ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുലാനസ്. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാന്ന് വെച്ചാൽ വേർഡ് പ്രസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്താണ് വേർഡ് പ്രസ് എന്ന്. ഒരു വെബ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു വെബിന്റെ അല്ലെങ്കിൽ വെബ് ടെക്നോളജി അങ്ങനത്തെ ഒരു ഏരിയയ്ക്ക് എത്തുമ്പോൾ ആദ്യമേ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും വേർഡ് പ്രസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ആ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി CMS ആണ്. എന്നുവെച്ചാൽ കണ്ടന്റ് മാനേജ് സിസ്റ്റം കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു അഡ്മിൻ പാനൽ വെച്ച് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് രീതിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായി വരുന്ന ഒരാൾക്ക് വെബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനും ഇതാക്കാനും ഹാൻഡിൽ ചെയ്യാനും കൂടുതലായിട്ട് എളുപ്പം വരും. സെക്കൻഡ് വേണമെന്ന് വെച്ചാൽ പ്ലഗിൻസ് ആണ്. പ്ലഗിൻസ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാനും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു കോൺടാക്ട് ഫോം കൊണ്ടുവരുന്നത്, ആ ഒരു കോൺടാക്ട് ഫോമിന്റെ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ്സിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നിങ്ങൾ വെബ്സൈറ്റ് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു പ്ലഗിൻ, അതേപോലെ തന്നെ കോൺടാക്ട് ഫോം മാത്രമല്ല ഏതൊരു ഫീച്ചേഴ്സിനും പെയ്ഡും ഉണ്ട് ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SEO ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ചലഞ്ച് ആണ് ഒരു SEO എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഒരു ബേസിക് ആയിട്ടുള്ള SEO പോലും അറിയാത്ത ഒരാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് പ്രസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസീവ് ആണ്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന തീമുകൾ ഈ ഒരു വേർഡ് പ്രസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തീമുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയില്ലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് തീമുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്ത തീമുകൾ കുറച്ച് റെസ്പോൺസീവ് ആയിരിക്കും. ആ റെസ്പോൺസീവ്നെസ്സും നിങ്ങൾക്ക് വെബ്സൈറ്റ് വെച്ച് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സോഴ്സും കൂടിയാണ്. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്പേഴ്സ്, ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്കെയിൽ ചെയ്യാനും ഇത് ഇംപ്രൂവ് ചെയ്യാനും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കൂടുതൽ സപ്പോർട്ട് കിട്ടാനും ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റീസ് കൂടുതലായിട്ട് അവൈലബിൾ ആണ് അതിൽ. പിന്നെ വരുന്ന വേറെ പാർട്ട് എന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് മൊത്തം അഡ്വാൻറ്റേജുകളാണ്. ഇനി വേർഡ് പ്രസ് യൂസ് ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൻസിന്റെ കാര്യം തന്നെ നമ്മൾ പറയാം. പ്ലഗിൻസ് എന്ന് വെച്ചാൽ ഒരുപാട് പ്ലഗിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരണം. ഒരുപാട് പ്ലഗിൻസ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഏരിയകൾ പോയി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഓരോ പ്ലഗിൻസ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞ പോലെ കോൺടാക്ട് ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഷോ ആണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്ലഗിൻസ് ഒരുപാടായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചില പ്ലഗിൻസ് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പർച്ചേസ് ചെയ്യുകയും നിങ്ങൾക്ക് അതിന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടാണ് വരുന്നത്. കാരണം നിങ്ങളായ രീതിയിൽ വരുമ്പോൾ കൂടുതലായിട്ട് പ്ലഗിൻസ് പർച്ചേസ് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ പോകുമ്പോൾ കൂടുതൽ ഹെഡ് ഏക്സ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ അപ്ഡേറ്റ്സ് ആണ്. ഇതിൽ എപ്പോഴും ഇടക്കിടക്ക് ഓരോ ഫ്രീക്വന്റ്ലി ആയിട്ട് ഇങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് വരും. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലഗിൻ ആയിക്കോട്ടെ അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന തീം ആയിക്കോട്ടെ, ഇതിനൊക്കെ കുറിച്ച് അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ ഇത് അപ് ടു ഡേറ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങളെ തീം അല്ലെങ്കിൽ കുറച്ച് ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലഗിൻസ് വർക്ക് ചെയ്യാണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീക്വന്റ്ലി അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. കോൺടാക്ട് ഫോം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഇവിടെ പ്ലഗിൻസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എന്താ പറയാ നമുക്ക് സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് റൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു കേസാണ് ഈ ഒരു പ്ലഗിൻസിന്റെ അപ്ഡേഷനും അതുപോലെ തന്നെ തീമിന്റെ അപ്ഡേഷനും വരുന്നത്. അതേപോലെ വേറെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്ലോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ കൊടുന്ന് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റേബിൾ ആക്കുക അല്ലെങ്കിൽ ഇതൊരു സ്ട്രക്ചർ ചെയ്ത രീതിയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൻസ് കൊടുന്ന് ഇടാം, നിങ്ങൾക്ക് കൂടുതൽ പ്ലഗിൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തീമുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരികയാണ്. ഈ ഒരു കണ്ടന്റ് മാനേജ് സിസ്റ്റത്തിന്റെ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് വരും. ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂസേഴ്സിനെ കിട്ടാണ്ടാവും. കാരണം വെച്ചാൽ യൂസേഴ്സ് ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിലും ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യും കുറെ സമയം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം വരില്ല. അതേ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾ വെബ്സൈറ്റിലും കൂടി കുറയുകയാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ സ്ലോ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്യാനും വേർഡ് പ്രസിന് കൂടുതൽ ചാൻസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ SEO ഫ്രണ്ട്ലി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് SEO ഫ്രണ്ട്ലി ആണെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത SEOയിൽ എന്തെങ്കിലും ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ SEOസിൽ എന്തെങ്കിലും കീവേഡ്സ് കൊണ്ടുവരാം, അങ്ങനത്തെ അല്ലാണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒരു ലിമിറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് SEOs ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വേർഷനിൽ പോകുമ്പോൾ നിങ്ങൾ അത് മാനുവലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസ് വരികയാണ്. അതിപ്പോൾ നിങ്ങൾ ഈ വേർഡ് പ്രസ് CMS യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. പിന്നെ വരുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആൻഡ് വൾനറബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് വേർഡ് പ്രസ്സിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് ഹാക്കേഴ്സിന്റെ കയ്യിലേക്ക് എത്താനും വലിയ ബുദ്ധിമുട്ടില്ല. വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാവരും യൂസ് ചെയ്യുന്നത് വേർഡ് പ്രസ് ആയതുകൊണ്ടും ഇതിന്റെ കോഡ് ഓപ്പൺലി അവൈലബിൾ ആയതുകൊണ്ടും ഹാക്കേഴ്സിന് ഇത് വിസിബിൾ ആണ്. അപ്പൊ അവർക്ക് ഹാക്കേഴ്സ് എങ്ങനെ വരുന്നത് നമുക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഇഷ്യൂസ് ഉള്ള പാർട്ടി കൂടെയാണ് അവർ ഹാക്ക് ചെയ്ത് കയറുക. അപ്പൊ ഈ ഒരു ഹാക്കേഴ്സ് കയറുന്നതിന് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന്റേതായ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഹാക്കേഴ്സ് കയറാനും നിങ്ങളെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാനും ഇതിനൊക്കെ കൂടുതൽ ചാൻസുകളുണ്ട്. ഇപ്പൊ ഇവൺ നിങ്ങൾ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ പേയ്മെന്റ്സ് ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ
മോഡിഫൈ ചെയ്യാം, അങ്ങനത്തെ കുറെ സെക്യൂരിറ്റി ഇഷ്യൂസ് കൂടുതലായിട്ട് ഫേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് വേർഡ് പ്രസ്സിന്. അപ്പൊ നിങ്ങൾ വെറും ബേസിക് ആയിട്ടുള്ള രീതിയിൽ സൈറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ വേർഡ് പ്രസിന്റെ ഇത് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സിന്റെ ഇഷ്യൂ എന്ന് പറയാൻ കാരണം ഞാനൊരു മുമ്പ് ഒരു 1 ഇയർ മുമ്പ് ഞാനൊരു എന്താ പറയുക ഫൈനാൻസ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിന്റെ ഒരു ബാക്ക് എൻഡ് ഏരിയ ഞാനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അന്ന് അവിടെ ഓരോ സൈറ്റ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ അറ്റൻഡ് ചെയ്യുന്നത് കാണാം. അത് അറ്റൻഡ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് അറ്റൻഡ് ഉണ്ട്, അതുപോലെ മാനുവൽ ആയിട്ട് അറ്റൻഡ് ചെയ്യണവരുണ്ട്. ഈ ഓട്ടോമേറ്റഡ് അറ്റൻഡ് എന്ന് വെച്ചാൽ ഓരോ ലിങ്കുകൾ ഓരോ മെത്തേഡ് വെച്ച് അവർ ഹിറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സൈറ്റ് വേർഡ് പ്രസ് അല്ലായിരുന്നെങ്കിലും ഈ ഹാക്കേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ വേർഡ് പ്രസിന്റെ ഓരോ പ്ലഗിൻസോ അല്ലെങ്കിൽ ഓരോ ടേംസ് യൂസ് ചെയ്തിട്ട് അവർ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നതാണ്. അത് ഒരുപാട് ടൈംസിലും വേർഡ് പ്രസിന്റെ രീതിയിലാണ് അവർ ചെക്ക് ചെയ്തിട്ട് ഹിറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഡ് പ്രസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ അഡ്വാൻസിങ് അല്ലെങ്കിൽ എൻഹാൻസിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏതൊരു അവർ അറ്റൻഡ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ആക്സസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വേർഡ് പ്രസ്സിന് സെക്യൂരിറ്റി റീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് റിസ്കി ആണ്. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് സൈറ്റ് വെറുതെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ചെറിയൊരു ബേസിക് രീതിയിൽ പോകാന്നുണ്ടെങ്കിലും നല്ലൊരു ഇതിൽ തന്നെ വേർഡ് പ്രസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും മനസ്സിലായി. പക്ഷെ ഇതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു വേറൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെത്തേഡ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ വേറൊരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലും സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിനായി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. അതേപോലെ തന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബിൽഡേഴ്സ് ആണ്. ഓൺലൈൻ ബിൽഡേഴ്സിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിനെ അവരുടേതായ ബിൽഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഏത് വെബ്സൈറ്റ് ബിൽഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചും ഇരിക്കും. പിന്നെ പറഞ്ഞ വേറൊരു ഈസി ഹാൻഡിങ് അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന വേറെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തന്നെ ഒരു ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് പുതിയ ടെക്നോളജി വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലാതെ സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങളുടെ കയ്യിലാണ്, ഡെവലപ്പറിന്റെ കയ്യിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അയാളാണ് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ രീതിയിലും ഫ്രം സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു ഫ്രം ബേസിക് രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സെക്യൂരിറ്റി ഇഷ്യൂസും ഒക്കെ അവർക്ക് നിങ്ങൾക്ക് തന്നെ മാനുവലായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വേർഡ് പ്രസ് പോലെ തന്നെ കോഡ് ഓപ്പൺ സോഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിനും അവൈലബിലിറ്റി കുറവായിരിക്കും അങ്ങനത്തെ കോഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് കിട്ടുക. ഇപ്പൊ ഈ ഓൺലൈൻ ബിൽഡേഴ്സിലാണെങ്കിലും അവിടെ ഹാക്കേഴ്സിന് ചാൻസസ് കൂടുതലാണ്. കാരണം ഏതൊരു വെബ്സൈറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വെബ്സൈറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് മെയിൻ ആയിട്ടൊരു വേർഡ് പ്രസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന സൊല്യൂഷനെ കുറിച്ചിട്ടും പറയുന്നത്. ഇവർക്ക് മനസ്സിലായിരിക്കുന്നു ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നും. പിന്നെ ഞാൻ അതിൽ വേർഡ് പ്രസ് യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടേതായ രീതിയാണ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഹിന്റ് മാത്രമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിലാണ് ഈ വീഡിയോയുടെ കമന്റിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.